ഹലോ ഗേസ്, ജിതിനാണ് ഈ ഒരു സ്പിരിച്വൽ ബഡി. അപ്പോൾ ഇത്രയും നാൾ ഞാൻ ചെയ്ത ടോപ്പിക്സ് മൊത്തം നെഗറ്റീവ് എനർജീസിൻ്റെ അറ്റാക്സും അതിൻ്റെ സൊല്യൂഷൻസിനെ പറ്റിയാണ്. അപ്പോൾ കുറച്ച് പേര് ഇൻസ്റ്റാഗ്രാമിൽ എനിക്ക് വന്നിട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, ബ്രോ ഈ നെഗറ്റീവ് എനർജി മാത്രമേ ഉള്ളൂ, നെഗറ്റീവ് എനർജീനെ പറ്റി മാത്രമാണല്ലോ സംസാരിക്കുന്നത്, പോസിറ്റീവ് എനർജി ഇല്ലേ, നമുക്ക് എങ്ങനെ പോസിറ്റീവായിട്ട് നിൽക്കാം, എങ്ങനെ ഈ കാര്യങ്ങളിൽ നിന്നൊക്കെ മാറി നിൽക്കാം എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം ഞാനും വിചാരിച്ചപ്പോൾ ശരിയാണ്, ഞാൻ ഈ ചെയ്യുന്നത് മൊത്തം നെഗറ്റീവ് എനർജി അറ്റാക്സിനെ പറ്റിയാണ്. കുറേ പേർക്ക് അതാണ് വേണ്ടത്, പക്ഷേ പോസിറ്റീവ് എനർജി വേണ്ട കുറച്ച് പേരുണ്ട്. അപ്പോൾ അവരെ നമുക്ക് വിട്ടളയാൻ പറ്റില്ലോ. അപ്പോൾ അവർക്ക് വേണ്ടി ഈ പോസിറ്റീവ് നമ്മുടെ ലൈഫിൽ എങ്ങനെ പോസിറ്റീവ് എനർജി കൊണ്ടുവരാം അതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്യാം. നമുക്ക് നമ്മുടെ ലൈഫിൽ പോസിറ്റീവ് എനർജി കൊണ്ടുവന്നെങ്കിൽ നമ്മുടെ നിൽക്കുന്ന സറൗണ്ടിങ്സ്, അതായത് താമസിക്കുന്ന സറൗണ്ടിങ്സും പോസിറ്റീവ് എനർജി ആക്കണം. അതിനെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പം നിങ്ങൾ നിൽക്കുന്നത് ഒരു വീടാവാം, ഫ്ലാറ്റ് ആവാം, അല്ലെങ്കിൽ ഒരു റൂമാവാം. ഇതൊന്ന് വൃത്തിയായിട്ടും ഒന്ന് ഓർഗനൈസ്ഡ് ആയിട്ടും കീപ്പ് ചെയ്യാൻ നോക്കുക. വീട്ടിലോ റൂമിലോ അനാവശ്യമായിട്ടൊരു സാധനങ്ങളുണ്ടെങ്കിൽ, അതൊക്കെ നിങ്ങൾക്ക് ആവശ്യമില്ലെങ്കിൽ ഒന്നെടുത്ത് കളയുക. ഈ മാറാമ്പല പോലത്തെ സാധനങ്ങളൊക്കെ വീട്ടിലുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് സൂക്ഷിക്കുക. പിന്നെ നമ്മൾ പോകുമ്പോൾ പരമാവധി വീട് ഈ പറഞ്ഞ റൂമിലോട്ട് കയറുമ്പോഴും പോകുമ്പോഴൊക്കെ വീടൊന്ന് നീറ്റ് ഓർഗനൈസ്ഡ് ആക്കി വെക്കാൻ നോക്കുക. അപ്പം തന്നെ പകുതി പ്രശ്നങ്ങൾ ഒഴിഞ്ഞോണം. കാരണം അനാവശ്യമായിട്ട് കുറേ സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് അവിടെ പൊടി പിടിച്ചിരിക്കണത് കാണുമ്പോൾ തന്നെ അതെന്താ ഒരു ദേവി കയറുന്നതിന് തുല്യമാണ്. മൂദേവി എന്ന് പറയും, ലക്ഷ്മി ദേവിയുടെ കൂടെ ഉള്ളൊരു ദേവിയാണ് മൂദേവി കയറുന്നതിന് തുല്യം എന്ന് പറയും സ്പിരിച്വാലിറ്റിയിൽ പറയുകയാണെങ്കിൽ. അതുകൊണ്ടാണ് പറയണത്, ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് നീറ്റ് ആൻഡ് ക്ലീൻ ആക്കി ഇടാൻ നോക്കുക. പിന്നെ നമ്മുടെ വീടിൻ്റെ ലിവിങ് ഏരിയയിൽ അവിടെ കണ്ട് ഒരു റിച്വൽ, ഒരു സംഭവം ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി നമ്മുടെ വീടിനകത്തൊരു പോസിറ്റീവ് വൈബ് ഉണ്ടാക്കാൻ പറ്റും. അതെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു ചിരാത് എടുക്കുക. ആ ചിരാതിനോട്ട് നല്ല നെയ്യ്, നിങ്ങളിപ്പോൾ മേടിക്കണമെങ്കിൽ മിൽമയുടെ നെയ്യ് യൂസ് ചെയ്യാൻ നോക്കുക. അല്ല നിങ്ങൾ വീട്ടിലാണ് നെയ്യ് ഉണ്ടാക്കണവരാണെങ്കിൽ ആ നെയ്യ് എടുക്കുക, അതെടുക്കുക, അത് കുറച്ച് ഒഴിക്കുക. അതിനകത്തോട്ട് പച്ചക്കർപ്പൂരം, നമ്മുടെ അങ്ങാടിക്കടയിൽ കിട്ടും, നമ്മൾ കത്തിച്ചാളുന്ന കർപ്പൂരം അല്ല, പച്ചക്കർപ്പൂരം. അതെടുത്തിട്ട് ഈ പറയുന്ന നെയ്യിനകത്തോട്ട് പൊടിച്ചിടുക. എന്നിട്ട് ഒരു തിരിയിട്ട് കത്തിക്കുക. ആ തിരി കത്തിച്ച് കഴിഞ്ഞിട്ട് ആ ഫുള്ള് കഴിഞ്ഞതിന് ശേഷം ആ തിരി നമ്മൾ കത്തി തീർന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തുടച്ച് ക്ലീൻ ചെയ്തിട്ട് വെക്കാൻ വേണം. അങ്ങനെ തന്നെ വെക്കരുത്. കത്തി കഴിഞ്ഞ് കുറച്ച് നേരം അത് ആറി കഴിയുമ്പോൾ ക്ലീൻ ചെയ്ത് വെക്കുകയും ചെയ്യണം. ഇത് ആഴ്ചയിലൊരിക്കൽ, അതും ചൊവ്വാഴ്ചയോ അല്ലെങ്കിൽ വെള്ളിയാഴ്ചയോ ചെയ്യുന്നതാണ് ബെറ്റർ എന്ന് ഞാൻ പറയുക. ഇത് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലൈഫിൽ നമ്മുടെ റൂം പോസിറ്റീവ് ആവാൻ തുടങ്ങും. ചിലർക്കൊക്കെ ഇത് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവരുണ്ടാവും, എനിക്കറിയാം. പക്ഷേ ഇതൊരു റീസണാണ്, ഇതൊരു നല്ലൊരു പ്രാക്ടീസാണ് ചെയ്യുന്നത്. കാരണം എൻ്റെ വീട്ടിലൊക്കെ ചെയ്തിട്ട് നല്ല റിസൾട്ട് ഉണ്ടായിട്ടുള്ളൊരു കാര്യമുണ്ടോ. പിന്നെ രണ്ടാമത്തെ കാര്യം, ഈ പറഞ്ഞ പോലെ നിങ്ങളുടെ വീട്ടിലോട്ട് നെഗറ്റീവ് അറ്റാക്സ് വരുന്നതായിട്ട് നിങ്ങൾക്കൊരു ഫീലിങ്സ് ഉണ്ടെങ്കിൽ, നിങ്ങൾക്കൊരു സംശയം പോലെ തോന്നുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അതിനൊരു പ്രൊട്ടക്ഷന് വേണ്ടി, ഈ നെഗറ്റീവ് എനർജി അറ്റാക്സിനെ പ്രൊട്ടക്ഷൻ ചെയ്യാൻ വേണ്ടി ഒരു കാര്യം ചെയ്യാൻ പറ്റും. ഇത് നെഗറ്റീവ് എനർജി വീഡിയോ അല്ല കേട്ടോ. നെയ്ക്കുമ്പളങ്ങ, ആ ഒരു സാധനം നമ്മുടെ അങ്ങാടിക്കടയിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ വീടിൻ്റെ തൊട്ടടുത്തുള്ള മാർക്കറ്റിൽ അങ്ങാടി മരുന്ന് കിട്ടുന്ന കടയിൽ പോയി കഴിഞ്ഞാൽ കിട്ടും നെയ്ക്കുമ്പളങ്ങ. അതിൻ്റെ ഫോട്ടോ ഞാൻ മേളിൽ കാണിക്കാം. ഇത് ഒരു ചെറിയൊരു കുമ്പളങ്ങയാണ്, വലിയ സൈസുള്ള ചെറിയൊരു കുമ്പളങ്ങ. ഇത് മേടിച്ചിട്ട് വീടിൻ്റെ മുന്നിൽ കെട്ടി തൂക്കുക. പണ്ടത്തെ ആൾക്കാർക്കൊക്കെ അറിയാം അതിൻ്റെ ബെനിഫിറ്റ്സ് എന്താണ്, ഇപ്പോഴുള്ള ആൾക്കാരൊന്നും ചെയ്യാത്തതുകൊണ്ടാണ്. ഈ സാധനം നമ്മുടെ വീട്ടിലോട്ട് അൺവാണ്ടഡ് ആയിട്ടുള്ള നെഗറ്റീവ് അറ്റാക്സിനെതിരെ പ്രൊട്ടക്ട് ചെയ്ത് നമ്മുടെ വീടൊന്ന് പോസിറ്റീവായിട്ട് നിലനിർത്താൻ നോക്കും. പിന്നെ മൂന്നാമത് ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ വീടിൻ്റെ ഈശാന്യ കോണിനകത്ത്, അതായത് നോർത്ത് ഈസ്റ്റ് കോർണറിനകത്ത് ഒരു വാട്ടർ ബോഡി ക്രിയേറ്റ് ചെയ്യുക. വാട്ടർ ബോഡി, അതായത് ഇപ്പോൾ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റുമില്ലെങ്കിൽ, ഉണ്ടാക്കണം എന്നൊന്നും ഞാൻ പറയുന്നില്ല, ഒരു ടബ് മേടിക്കുക. 90 രൂപ ആ റേഞ്ചിൽ തന്നെ ഒരു ടബ് മേടിക്കുക. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ആ വെള്ളം ഒരു 2-3 ദിവസം കീപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് ആ വെള്ളം ഒന്ന് കളഞ്ഞിട്ട് പുതിയ വെള്ളം ഒഴിച്ചിട്ട് അതിനകത്തോട്ട് കുറച്ച് ഗപ്പി കുഞ്ഞുങ്ങളെ മേടിച്ചിടുക. കുറച്ച് ഗപ്പീസിനെ മേടിച്ചിടുക. എന്നിട്ട് ദിവസവും ഇതിന് കുറച്ച് തീറ്റ വെച്ച് കൊടുക്കുക. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അന്നദാനം കൊടുക്കണതാണല്ലോ, അതും ആർക്കാണ് കൊടുക്കുന്നത്? മത്സ്യം എന്ന് പറയുന്നത് വിഷ്ണുവിൻ്റെ ഒരു അവതാരമാണ്, മത്സ്യാവതാരം. അങ്ങനെ നമ്മുടെ വീട്ടിലോട്ട് പോസിറ്റീവ് എനർജീസ് കൊണ്ടുവരാൻ പറ്റും. അതേപോലെ ശ്രദ്ധിക്കുക, ഈ ഗപ്പി കുഞ്ഞുങ്ങൾ നല്ല രീതിയിൽ പെറ്റ് വരുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നമ്മുടെ വീട് പോസിറ്റീവ് ആയിക്കൊണ്ടിരിക്കുന്നതാണ്. പോരാത്തതിന് വേറൊരു അഡീഷണൽ സാധനം കൂടി നിങ്ങൾക്ക് കിട്ടും, നിങ്ങളുടെ വീട്ടിലോട്ട് പൈസ വരാൻ തുടങ്ങും. ഇത് കേൾക്കുമ്പോൾ പലർക്കും കോമഡി ആയിട്ടൊക്കെ തോന്നും. എനിക്കും ആദ്യം ഇത് കേട്ടപ്പോൾ ഭയങ്കര കോമഡി ആയിട്ട് തോന്നി. പക്ഷേ ഞാനൊരാളിൽ നിന്നും കേട്ടാണ്, എൻ്റെ ഗുരുനാഥിൽ നിന്നും കേട്ടാണ്. പക്ഷേ ഇത് വെച്ചതിന് ശേഷം, ഈ പറഞ്ഞ സംഭവങ്ങളൊക്കെ ആയതിനു ശേഷം അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കുറേ കാര്യങ്ങളൊക്കെ എൻ്റെ വീട്ടിലോട്ടൊക്കെ കയറി വന്നതായിട്ട് എനിക്ക് തോന്നുന്നു. ഇത് ശ്രദ്ധിച്ചിട്ടുണ്ട്. എസ്പെഷ്യലി പൈസ, എൻ്റെ ഈ പറഞ്ഞ പോലെ കുറേ പൈസകൾ
വരുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തുകൊണ്ടുണ്ട്. കാരണം പൈസ വരുന്നുണ്ട്. പണ്ട് അങ്ങനെയല്ല, വരും പോകും വരും പോകും. ഇപ്പം അങ്ങനെയല്ല, വരുന്നുണ്ട്, പോവല് കുറഞ്ഞു. അതേപോലെ നിങ്ങൾ നിങ്ങളുടെ വീടിൻ്റെ തൊട്ടടുത്ത് ബീച്ചോ അല്ലെങ്കിൽ പാർക്കോ അല്ലെങ്കിൽ വലിയ ആൽമരങ്ങളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനിടയിൽ പോയിട്ട് നിങ്ങളൊരു 5 മിനിറ്റ് കണ്ണടച്ചിരിക്കാൻ പറ്റുമെന്നിരിക്കുക. ജസ്റ്റ് കണ്ണടച്ചിരുന്നാൽ മതി. മന്ത്രം ചൊല്ലാണെന്നും പറഞ്ഞു ജസ്റ്റ് കണ്ണടച്ചിരുന്നാൽ മതി. അത് ഗ്രൗണ്ട് ചെയ്യണതാണ്. നിങ്ങളുള്ള അനാവശ്യമായ കാര്യങ്ങളൊക്കെ റിമൂവ് ചെയ്യണം. ഇരിക്കുന്ന സമയത്ത് വേറെ ഒന്നും ചിന്തിക്കാണ്ടിരിക്കാൻ നോക്കുക. ജസ്റ്റ് കണ്ണടച്ച് പ്ലെയിൻ ആയിട്ട് ഇരുന്ന് നോക്കുക. കാരണം നമ്മൾ ഇപ്പോഴത്തെ ഒരു വേ ഓഫ് ലിവിംഗ് എന്ന് വെച്ചാൽ കംപ്ലീറ്റ്ലി ബിസിയാണ്. ആർക്കും ഇതിനൊന്നും സമയമില്ല. പണ്ടുള്ള ആൾക്കാരൊക്കെ ചെയ്തിട്ടുണ്ടോ, നമ്മുടെ അപ്പൂപ്പന്മാരൊക്കെ കുറേ പേര് ലാത്തി അടിക്കാൻ വേണ്ടി ഈ പറഞ്ഞ പോലെ ലാത്തി അടിക്കാൻ എന്നൊക്കെ പറയില്ലേ, ഞങ്ങളുടെ നാട്ടിൽ അങ്ങനെയാണ് പറയണത്, അടിക്കാൻ വേണ്ടി ഈ ആൽമരത്തിൻ്റെ ചോട്ടിൽ അവരൊക്കെ പോയി ഇരിക്കണം കണ്ടിട്ടില്ലേ. അതൊക്കെ അവർ ഭയങ്കര ഇമോഷണലി വിഷമിച്ചിട്ടൊക്കെ ഇരിക്കുള്ളൂ ചിലപ്പോൾ പോയാണ്. തിരിച്ചു വരുമ്പോൾ ഒരു ഹാപ്പി ആയിട്ട് വന്നിട്ടുണ്ടാവും. അങ്ങനെ ഒരു പ്രാക്ടീസ് സ്റ്റാർട്ട് ചെയ്യുക. പിന്നെ വേറൊരു കാര്യം കൂടി, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, രാവിലെ എഴുന്നേക്കാൻ നോക്കുക. എനിക്കറിയാം കുറേ പേർക്ക് ഇതൊക്കെ പറ്റില്ല എന്ന്, കുറേ പേരുടെ വർക്ക് കാര്യങ്ങളൊക്കെ അങ്ങനെയാണ്. പരമാവധി രാവിലെ എഴുന്നേക്കാൻ തന്നെ നോക്കുക. എഴുന്നേറ്റിട്ട് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒന്ന് ഫ്രഷപ്പ് ആയി കഴിഞ്ഞിട്ട് നമ്മുടെ ബോഡീനെ നമ്മളൊന്ന് കെയർ ചെയ്യുക, കുറച്ച് എക്സസൈസ് ചെയ്യുക, അല്ലെങ്കിൽ നടക്കുക. ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ നമ്മുടെ ബോഡിയിലുള്ള ചക്രാസൊക്കെ ആക്റ്റീവ് ആവാൻ തുടങ്ങും. അങ്ങനെ നമുക്ക് പോസിറ്റിവിറ്റിയിലോട്ട് പോകാൻ പറ്റും. പിന്നെ നമുക്ക് ചെയ്യാവുന്ന കുറച്ച് പരിപാടികൾ, ഇതൊരു കുറച്ച് ലെങ്തി വീഡിയോ ആണ്. ഞാനപ്പോൾ ഇതൊന്ന് ഷോർട്ട് ചെയ്തിട്ട് ഇതിൻ്റെ സെക്കൻഡ് പാർട്ടായിട്ട് ചെയ്യാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം എല്ലാം കൂടി നിങ്ങളോട് കുത്തിക്കയറ്റി കൺഫ്യൂസ് ചെയ്യാൻ താല്പര്യപ്പെടുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോയുടെ കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ സെക്കൻഡ് പാർട്ട്, അതായത് നമുക്ക് വീഡിയോയുടെ പോസിറ്റീവ് മണിയും പൈസയും എങ്ങനെ കൂട്ടാം ഇതിനെപ്പറ്റിയുള്ളൊരു വീഡിയോ ഞാൻ ചെയ്യാം. അപ്പോൾ അടുത്ത വീഡിയോ കാണാം ഗൈസ്. താങ്ക് യു.